നിലവിൽ വന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെ സ്മാർട്ട് ആപ്പ്. കേരള മാതൃക പിന്തുടർന്ന് അയൽ സംസ്ഥാനങ്ങളടക്കം തങ്ങളുടെ നാട്ടിലും ഈ പദ്ധതി നടപ്പാക്കുവാനുള്ള ഒരുക്കത്തിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കെ സ്മാർട്ട് അവിടെ നടപ്പാക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നത് കേരളത്തിലെ ഭരണ മികവിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 ജനുവരി 1 കെ സ്മാർട്ട് മൊബൈൽ ആപ്പും പദ്ധതിയും നിലവിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഇതിനകം മലയാളികളുടെ മനം കവർന്നു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 കെ സ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും. അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റ് രസീത് അപേക്ഷകൻ്റെ ലോഗിനിലും വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും 35 മോഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്നതാണ് കെ സ്മാർട്ട് ആപ്പ്. വെബ് പോർട്ടൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതാത് മോഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനങ്ങൾ ലഭ്യമാക്കാം. ആദ്യഘട്ടത്തിൽ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, ബിസിനസ് ഫെസിലിറ്റേഷൻ, വസ്തുനികുതി, യൂസർ മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഫിനാൻസ് മോഡ്യൂൾ, ബിൽഡിംഗ് പെർമിഷൻ മോഡ്യൂൾ, പൊതുജന പരാതി പരിഹാരം എന്നീ 8 സേവനങ്ങളായിരിക്കും കെ സ്മാർട്ടിലൂടെ ലഭ്യമാകുക. കെ സ്മാർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാവുമെന്നതും പദ്ധതിയുടെ സവിശേഷതകളിൽ ഒന്നാണ്. ലോഗിൻ ID ഉപയോഗിച്ച് വീഡിയോ KYCയും പൂർത്തിയാക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. GIS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും കഴിയും. കെ സ്മാർട്ടിലെ നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ കഴിയുക എന്ന വിവരം പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടുകയും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാവുകയും ചെയ്യും. ജനങ്ങൾക്കും ലൈസൻസികൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈനായി ഏത് സമയത്തും പരിശോധിക്കുന്നതിനും കെ സ്മാർട്ടിലൂടെ സാധിക്കും. തീരപരിപാലന നിയമപരിധി, റെയിൽവേ എയർപോർട്ട് സോണുകൾ, പരിസ്ഥിതി ലോല പ്രദേശം, അംഗീകൃത മാസ്റ്റർ പ്ലാനുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം. കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം, സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും. സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറിയിറങ്ങി മടുക്കുന്നുവെന്നുമുള്ള ജനങ്ങളുടെ സ്ഥിരം പരാതികൾക്കാണ് ഈ സംവിധാനത്തിലൂടെ പരിഹാരമാവുന്നത്. കൂടുതൽ സ്മാർട്ടായി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം സുതാര്യമായി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.